ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. നോക്കിയാലും ആവശ്യത്തിന് വേണ്ട ഉരുളക്കിഴങ്ങ് എടുത്ത് അത് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു 4-5 വിസിലടിക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. അത് തൊലിയോടുകൂടി തന്നെ ഒന്ന് കഴുകിയിട്ട് തൊലിയോടുകൂടി തന്നെ കുക്കറിലിട്ടാൽ മതി. റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ സ്കിന്നിങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് കടുക് പൊട്ടി വരുമ്പോൾ 2 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ ചേർത്ത് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. സവാള ഒരുവിധം വഴണ്ടി വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. 5 മിനിറ്റ് വഴറ്റിക്കഴിഞ്ഞു. ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തതാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. സാധാരണ പാലാണ് ഒഴിച്ചത്, തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. സാധാരണ പാലിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറി റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം നമുക്ക് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.